വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സീസൺ 3 ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഉപ്പുമുളകിലെ ബാസി എന്നൊരു കഥാപാത്രത്തിന് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ട്, എത്രത്തോളം പ്രേക്ഷകരെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് സീസൺ 2 എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സീസൺ 1 മുതൽ തന്നെ ബാസി അണ്ണനുണ്ട്. ആർട്ടിസ്റ്റായിട്ട് മാത്രമല്ല, ഉപ്പുമുളകും സീസൺ 1 ഓൾമോസ്റ്റ് ഒരു 500ഓളം എപ്പിസോഡ് എഴുതിയത് ബാസി അണ്ണൻ തന്നെയാണ്. ബാസി അണ്ണനും ഉണ്ണിസാറും ബിജുചേട്ടൻ ഇവരൊക്കെ തന്നെയാണ് ഈ ഒരു ഉപ്പുമുളകിൻ്റെ ക്രിയേറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ 2 ആരംഭിച്ചപ്പോൾ തുടക്കകാലത്തൊന്നും ബാസി എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ബാസി എന്നൊരു കഥാപാത്രത്തെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ആ ഒരു സീരിയൽ ടൈപ്പിലോട്ട് ഉപ്പുമുളക് മാറിയപ്പോൾ ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് ബാസി അണ്ണൻ ചെയ്തത്. അത് ആർട്ടിസ്റ്റായിട്ട് മാത്രമല്ല, ആ ഒരു റൈറ്റർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷം ജാക്കി എസ് കുമാർ ചേട്ടനാണ് എപ്പിസോഡുകൾ എഴുതിയത്. വേറൊരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബാസി അണ്ണൻ മാറി നിന്നത്. പിന്നീട് സീസൺ 2 അവസാനിച്ചു. സീസൺ 2 അതിനുശേഷം ബാസി അണ്ണനെ എവിടെയും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. ബാസി എന്നൊരു കഥാപാത്രമുണ്ട് എന്ന രീതിക്ക് ഡയലോഗുകളൊക്കെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടെയും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സീസൺ 2 അവസാനിച്ച ശേഷം ബാലുനീലും പുതിയൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തു, ഒരു വെബ് സീരീസ് സർവകലാ വല്ലഭ കലാശാല എന്ന് പറഞ്ഞിട്ട്. അതിൽ സസ്പെൻസായിട്ട് ആരും പ്രതീക്ഷിക്കാതെ ബാസി എന്നൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ബാസി അണ്ണൻ ഉണ്ട് എന്ന രീതിക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ് സീരീസിൽ ആർട്ടിസ്റ്റായിട്ട് ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് എന്ന രീതിക്ക്. പക്ഷേ എല്ലാവരും നെഞ്ചിലേറിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ബാസി എന്നൊരു കഥാപാത്രമാണ്. പിന്നെ ഇപ്പോൾ സീസൺ 3 തുടങ്ങാൻ പോവുകയാണ്. സീസൺ 3 ബാസി അണ്ണൻ തിരിച്ചു വരുമോ എന്ന രീതിക്ക് കുറേ പേര് ഡൗട്ടായിട്ട് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്വേഷിച്ച് നമുക്ക് മനസ്സിലായത് ഇതുവരെ അതിൻ്റെ ക്രൂ ഒന്നും ആരൊക്കെയാണ് എന്ന രീതിക്കൊന്നും തീരുമാനിച്ചിട്ടില്ല. അതായത് റൈറ്റേഴ്സ് ഇപ്പോൾ ആരായിരിക്കും എന്താണെന്നൊന്നും ഇതുവരെ ഒന്നും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അവർക്കും അറിയത്തില്ല. നമുക്കറിയാം സീസൺ 3 കുറച്ച് വലിയ രീതിക്കൊക്കെ തുടങ്ങാനായിരിക്കും പ്ലാൻ. സീസൺ 2 റൈറ്ററായിട്ടുണ്ടായിരുന്ന ജാക്കി എസ് കുമാർ ചേട്ടൻ ഇപ്പോൾ ഹോം എന്നൊരു പുതിയൊരു പരിപാടി റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിസാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ജാക്കി എസ് കുമാർ ചേട്ടൻ തിരിച്ചു വരാൻ കുറച്ച് ചാൻസസ് കുറവായിരിക്കുന്ന സ്ഥിതിക്ക് ബാസി അണ്ണനെ സീസൺ 3 റൈറ്ററായിട്ട് കൊണ്ടുവരും. ബാസി അണ്ണൻ റൈറ്ററായിട്ട് വന്നാൽ ഉറപ്പായിട്ടും ബാസി എന്നൊരു കഥാപാത്രത്തിലോട്ട് മൂപ്പര് എപ്പിസോഡുകളിലും വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും ഓൾമോസ്റ്റ് കൺഫേംഡ് ആണെന്നാണ് നമ്മൾ അന്വേഷിച്ച് മനസ്സിലായത്. സീസൺ 3 ബാസി എന്നൊരു കഥാപാത്രവും ബാസി എന്ന റൈറ്ററും തിരിച്ചു വരുമെന്നുള്ളത്. പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ സർവകലാ വല്ലഭ കലാശാല എന്ന പരിപാടിയിലൂടെ, എന്ന വെബ് സീരീസിലൂടെ ബാസി എന്നതിൻ്റെ വേറൊരു എൻട്രി പ്രതീക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾ സീസൺ 3 ഇപ്പോൾ സീസൺ 3 ബാസി എന്നൊരു കഥാപാത്രത്തെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.